السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി ഫുഡിൻ്റെ അളവിനെ പറ്റിയാണ്. അത് എത്ര കഴിക്കണം എന്ന്, അതിൻ്റെ ക്വാണ്ടിറ്റിയെ പറ്റിയാണ്. വലിയ ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയെപ്പറ്റി, അതിൻ്റെ അളവിനെപ്പറ്റി മാത്രം സംസാരിച്ചാലും ദിവസങ്ങൾ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഈ ഫുഡിൻ്റെ അളവിനെ പറ്റിയുള്ള ക്ലാസ് ഇന്നത്തെ ഫൈനൽ ക്ലാസ്സാണ്. അത് വളരെ അത്യാവശ്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വയറ്റിനെ 3 ഓഹരിയാക്കണം. ഒന്ന് ഭക്ഷണത്തിനും, മറ്റൊന്ന് വെള്ളം കുടിക്കാനും, മറ്റൊന്ന് ശ്വാസം എടുക്കാനും വിടാനുമായി 3 ഓഹരിയാക്കണം എന്ന്. ഇതുപോലെ പാലിച്ചാൽ ഇവിടെ ഒരു രോഗവും ഉണ്ടാവുകയില്ല. എല്ലാ ഹോസ്പിറ്റലുകളും, മെഡിക്കൽ കോളേജുകളും, ഫാർമാസ്യൂട്ടിക്കലിൻ്റെ കമ്പനികളൊക്കെ അവർക്ക് കച്ചവടമില്ലാതെ ആകും എന്ന അർത്ഥത്തിന് വളരെ പ്രാചീനമായ ഇബ്നു മാസി വൈഹി എന്ന് പറഞ്ഞ് ഒരു വലിയ വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതായത് ചുരുക്കത്തിൽ അതിൻ്റെ അർത്ഥം ഇവിടെ രോഗങ്ങൾ ഉണ്ടാവുകയില്ല ഈ ഹദീസിനൊന്ന് നന്നായി പാലിച്ചാൽ എന്നാണ്. ഇതിനെപ്പറ്റി അനേകം സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന ഖലീഫ ഹാറൂൺ റഷീദ്, അദ്ദേഹത്തിൻ്റെ രാജസന്നിധിയിൽ, രാജസദസ്സിൽ, റോയൽ കോർട്ടിൽ ഒരു അതിവിദഗ്ധനായ ഒരു ക്രിസ്ത്യൻ ഡോക്ടർ ഉണ്ടായിരുന്നു. അതേ റോയൽ കോർട്ടിൽ ഒരു വലിയ മുഹദ്ദിസും വലിയൊരു മഹാപണ്ഡിതനുമായ ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അലിയുബ്നു ഹുസൈനുബ്നു വാഖിദ് എന്ന് ഈ പണ്ഡിതൻ്റെ. ഒരു ദിവസം ഇത്രയും അതിവിദഗ്ധനായ ഈ ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, ക്രിസ്ത്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ അറിവ് എന്ന് പറഞ്ഞാൽ അത് 2 ഇനമാണ്. ഒന്ന് നമ്മുടെ ദീനിൻ്റെ, മതങ്ങളുടെ അറിവ്, മറ്റൊന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അറിവ്. എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി, ഹെൽത്ത് ആൻഡ് മെഡിസിനെ പറ്റി, അതിൻ്റെ ഫിസിയോളജിയെ പറ്റിയുള്ള അനേകം അറിവുകൾ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിൽ ഈ ഹെൽത്ത് ആൻഡ് മെഡിസിനെ പറ്റി, ഔഷധങ്ങളെപ്പറ്റി, ആരോഗ്യങ്ങളെപ്പറ്റി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പണ്ഡിതൻ മറുപടി നൽകി, നമ്മുടെ ഖുർആനിൽ അനേകം ആയത്തുകളുണ്ട്. ആ ആയത്തുകളുടെ ഒരായത്തിൻ്റെ ഒരു തുണ്ടത്തിൽ, എന്ന് പറഞ്ഞാൽ ഒരു പകുതി ആയത്തിൽ, നിങ്ങളുടെ എല്ലാ മെഡിസിനുകളെയും, എല്ലാ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളെയും അതിലടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഏതായത്ത്? അപ്പോൾ ഈ പണ്ഡിതൻ ഓതിയ ആയത്താണ്, വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ കഴിക്കണം, കുടിക്കണം, പക്ഷേ അധികം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്, അധികമാകരുത് അത് എന്ന്. അപ്പോൾ അത് അദ്ദേഹം സമ്മതിക്കുകയും, രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ റസൂല്, നിങ്ങളുടെ പ്രവാചകർ ഈ മെഡിസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, അലിയുബ്നു ഹുസൈനുബ്നു വാഖിദ് അദ്ദേഹത്തിന് മറുപടിയായി പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അൽ മിഅദത്തു ബൈത്തുദ്ദാ അൽ ഹിമിയത്തു റഅ്സു കുല്ലി ദവാ. അതായത് നമ്മുടെ വയറാണ് രോഗങ്ങളുടെ വെയർഹൗസ്, ഗോഡൗൺ. കലകൂട്ടി കാക്കൽ, അതിനെപ്പറ്റി ചിന്തിക്കൽ, അതിനെപ്പറ്റി അറിഞ്ഞ് ചിന്തിച്ച്
ആ അതിൻ്റെ മുറ പോലെ കഴിക്കലാണ് ഏറ്റവും വലിയ ഔഷധം എന്നുള്ള ഈ ഹദീസ് ഓതി കേൾപ്പിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ പരിശുദ്ധ കിതാബും ഖുർആനും നിങ്ങളുടെ പ്രവാചകനും പഴയകാലത്ത് ലോകം അറിയപ്പെട്ടിരുന്ന ജാലൈനൂസിന് മെഡിസിനൊന്നും ബാക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങൾ, മെഡിസിനുകൾ നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടും ഉണ്ട് എന്നാണ്. ആരോഗ്യത്തെപ്പറ്റി, ഔഷധങ്ങളെപ്പറ്റി അനേകം ഹദീസുകളുണ്ട്. പറയപ്പെടുന്ന 400ഓളം ഹദീസ് ഉണ്ട് എന്ന്. എനിക്കറിയുന്ന 100 ഹദീസുകളുണ്ട്. അതിനപ്പുറം എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയപ്പെടുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് കേൾക്കുന്നത്. 400ഓളം ഹദീസുകൾ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ചില ഒരൊറ്റ ഇതുപോലെയുള്ള ഹദീസുകൾ ഏകദേശം ഔഷധങ്ങളെപ്പറ്റിയും അതിൻ്റെ ഫാർമക്കോളജികളെ പറ്റിയൊക്കെ അത് ഇഷാറത്ത് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി ഒന്ന് ചൂണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. പഴയകാലത്ത് കിസ്ര രാജാവ് ലോകത്തിലെ അതിവിദഗ്ധരായ 4 ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തി. ഒന്ന് ഇറാഖിൽ നിന്ന് അതിവിദഗ്ധനായ ഡോക്ടർ, റോമിൽ നിന്ന് ഒരു ഡോക്ടർ, നമ്മുടെ ഇന്ത്യയിൽ നിന്നൊരു ഡോക്ടർ, സൂഡാനിൽ നിന്നൊരു ഡോക്ടർ. അവർ 4 പേരും രാജാവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും ഞാൻ ഒരു മരുന്നിനെപ്പറ്റി, ഒരു ഔഷധത്തെപ്പറ്റി ചോദിക്കുന്നു. ആ ഔഷധത്തെ കഴിക്കുകയോ അല്ലെങ്കിൽ അതിനെ പാലിക്കുകയോ ചെയ്താൽ പിന്നെ ഒരു രോഗം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചുരുക്കി പറയുന്നു, ഇറാഖുകാരനായ ആ ഡോക്ടർ പറഞ്ഞു, അതിരാവിലെ വെറും വയറ്റിൽ 3 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പിന്നെ ഒറ്റ ഒരു രോഗവും ഉണ്ടാവുകയില്ല. ചെറിയ ചൂടുള്ള 3 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഒരു രോഗവും ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും കുടിക്കുമ്പോഴേക്ക് ഒരടിക്ക് 3 ഗ്ലാസ്സിലധികം കുടിക്കരുത്, അത് കിഡ്നിക്ക് നന്നല്ല. ഒരു പ്രാവശ്യം കുടിക്കുമ്പോഴേക്ക് 1 or 2 കൂട്ടിപ്പോയാൽ 3. റോംകാരൻ പറഞ്ഞു, എല്ലാ ദിവസവും ഹബ്ബുർ റഷാദ് എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ ഗാർഡൻ ക്രസ് എന്ന് പറയുന്ന ആ സാധനം കഴിച്ചാൽ പിന്നെ ഒരു രോഗം ഉണ്ടാവുകയില്ല എന്ന്. നമ്മുടെ ഇന്ത്യക്കാരനായ ഡോക്ടർ പറഞ്ഞു, എല്ലാ ദിവസവും കുറഞ്ഞ തോതിൽ മൈറോബാലൻ, ഇഹിലീജ്, അതായത് നമ്മുടെ മലയാളത്തിൽ കടുക്ക എന്ന് പറയുന്ന ആ സാധനം, അത് കറുത്തതും വെളുത്തതുണ്ട്, ഇദ്ദേഹം കറുത്തതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ, അത് കഴിച്ചാൽ ഒരു രോഗം ഉണ്ടാവുകയില്ല എന്ന്. ഈ സുഡാൻകാരനായ ഡോക്ടർ ഇവരിലും അതിവിദഗ്ധനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇപ്പം രാജാവ് ചോദിച്ചു, നിങ്ങളെന്തേ ഒന്നും മിണ്ടാത്തത്? അദ്ദേഹം പറഞ്ഞു, ഈ ഓരോരുത്തരും പറഞ്ഞത് എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്നല്ല, അത് പല രോഗങ്ങൾക്കുള്ള മരുന്നുകളും ആണ്. രാജാവ് ചോദിച്ചു, നിങ്ങൾ പറയുന്ന മരുന്നെന്താ? അപ്പോഴാണ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയെ കഴിക്കരുത്, വിശന്നാൽ മാത്രമേ കഴിക്കാവൂ എന്നുള്ള ഈ മറുപടിയാണ്. ഇതാണ് എല്ലാത്തിനുള്ള ഒരു ഔഷധം, എല്ലാ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങൾ. ഇത് മുഖേന രോഗങ്ങൾ കുറയുന്നു, രോഗങ്ങൾ ഇല്ലാണ്ടാകുന്നു.
രോഗങ്ങൾ ഉണ്ടാകുന്നതിനെ അത് തടയുകയും ചെയ്യുന്നു. പക്ഷേ ഇത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ് നമുക്ക് കാണിച്ചു തന്ന കാര്യമാണ്. നാം ആരും അത് അനുകരിക്കാൻ, അത് ഫോളോ ചെയ്യാൻ പലരും ആകാത്തത് കൊണ്ടാണ് ഇത്രയും രോഗങ്ങളിൽ നാം മുഴുകിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞതുപോലെ അതിൻ്റെ അളവനുസരിച്ച് നാം കഴിക്കുകയാണെങ്കിൽ നമുക്കിവിടെ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനും തിരു ഹദീസും അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലോകത്തിൽ എങ്ങും എല്ലാ രാജ്യങ്ങളിലും അല്ലാഹു സമാധാനം നിലനിർത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.